ഒല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഷാജി കോടംകണ്ടത്തിന്റെ റോഡ് ഷോ കുരിയച്ചിയിൽ പുരോഗമിക്കുകയാണ്. ഹരീഷ് നാരായണൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഹരീഷ്, ഇപ്പോൾ സ്ഥാനാർത്ഥിക്കൊപ്പമാണെന്നാണ് മനസ്സിലാക്കുന്നത്. എങ്ങനെയാണ് പ്രചാരണം? കൊഴുപ്പിക്കുകയല്ലേ? തീർച്ചയായും ഞാനിപ്പോൾ ഷാജി കോടംകണ്ടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഒല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജി കോടംകണ്ടത്തിന്റെ വാഹന ജാഥയിലാണ് ഉള്ളത്. വലിയ അകമ്പടിയോടുകൂടി ഈ ഒല്ലൂരിലെ വിവിധ കേന്ദ്രങ്ങളിൽ അദ്ദേഹം ഈ ഒരു റോഡ് ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളുകളെല്ലാം കൈവീശി കാണിച്ച് വലിയ രീതിയിലുള്ള ഒരു ജനപിന്തുണ ഉണ്ടെന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് നീങ്ങുകയാണ്. അദ്ദേഹം നമ്മോടൊപ്പം ചേരുന്നുണ്ട്. വാഹന ജാഥ തുടങ്ങി എത്രത്തോളമുണ്ട് ഇപ്പോൾ പ്രതീക്ഷ? വലിയ പ്രതീക്ഷയാണ്. ഞാൻ ഈ ഒല്ലൂരിന് വേണ്ടി കഴിഞ്ഞ 15 വർഷക്കാലം ഒരുപാട് നിയമ പോരാട്ടത്തിലൂടെ ഒരുപാട് വികസനം കൊണ്ടുവരാൻ സാധിച്ചു. ടോൾ പ്ലാസ അടക്കമുള്ള വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ സാധിച്ചതൊക്കെ ജനങ്ങളുടെ മനസ്സിലുണ്ട്, ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് ഈ നാടിലെ ജനങ്ങൾ UDFനും കോൺഗ്രസിനും വേണ്ടി വലിയ വിജയം സമ്മാനിക്കും എന്നുള്ള കാര്യം സംശയമില്ല. ത്രിതല പഞ്ചായത്ത് ഇലക്ഷനിൽ പുത്തൂര് പഞ്ചായത്തും പാണഞ്ചേരി പഞ്ചായത്തും UDFന് തിരിച്ചു പിടിക്കാൻ പറ്റി. നടത്തറ ചുണ്ടിനും കപ്പിനടയ്ക്കാണ് പോയത്. ഈ നിയോജകമണ്ഡലത്തിലെ മുഴുവൻ കോർപ്പറേഷൻ ഡിവിഷനുകളിൽ ബഹുഭൂരിപക്ഷം UDF ആണ് തിരിച്ചു പിടിച്ചത്. തൃശ്ശൂർ കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചു. ആയതുകൊണ്ട് ഒരു സംശയമില്ല, ഈ ഒല്ലൂർ നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിച്ചിരിക്കും. ഷാജേട്ടാ, ഈ ജനകീയ വിഷയങ്ങളിലെ ഇടപെടൽ, പ്രത്യേകിച്ചും പാലിയേക്കര ടോൾ പ്ലാസ വിഷയത്തിലൊക്കെ ഇടപെട്ടതൊക്കെ ഇതിനൊരു ഗുണമാവും, ഒരു പ്ലസ് പോയിന്റ് ആവും എന്ന് തന്നെയാണോ പ്രതീക്ഷ? തീർച്ചയായിട്ടും. ഒരു അധികാരം ഇല്ലാതെ എനിക്ക് കോടതി പാലം കൊണ്ടുവരാൻ പറ്റി, ഭൂഗർഭ കേബിൾ കൊണ്ടുവരാൻ പറ്റി, മണൽപ്പുഴയിൽ ആയത്തെ തടയണ കൊണ്ടുവരാൻ പറ്റി, മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ അശാസ്ത്രീയ നിർമ്മാണം ചോദ്യം ചെയ്യാൻ പറ്റി, ടോൾ കൊള്ളയ്ക്ക് ഇന്ത്യയിൽ ആദ്യമായിട്ട് 73 ദിവസം ടോൾ അടച്ചിരിക്കാൻ പറ്റി. ഇപ്പോഴും ആ പോരാട്ടം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ജനങ്ങളുടെ ഹൃദയത്തിൽ എനിക്കൊരു സ്ഥാനം ലഭിച്ചിട്ടുള്ള കാര്യത്തിൽ സംശയമില്ല. ഷാജേട്ടാ, മറ്റൊരു കാര്യം നമ്മളെ ഈ മന്ത്രി കെ രാജനെതിരെയുള്ള മത്സരമാണ്. അത് എത്രത്തോളം കടുക്കും? അതൊരു വലിയ ഒരു വെല്ലുവിളിയിലേക്ക് പോകും, എന്താ തോന്നുന്നു? ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കെതിരെയുള്ള മത്സരമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലം ജനങ്ങൾക്ക് ദുരിതം മാത്രമേ സമ്മാനിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഈ UDFന് വലിയ വിജയമുണ്ടാവും. മാത്രമല്ല, കഴിഞ്ഞ 10 വർഷക്കാലം ഒല്ലൂരിൻ്റെ പാഴായിപ്പോയ 10 വർഷങ്ങളാണ്. വികസന മുരടിപ്പ് മാത്രമാണ് ഈ മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഒരുപാട് വിഷയങ്ങളിൽ യാതൊരുവിധ വികസനം കൊണ്ടുവരാൻ സാധിച്ചില്ല. അത് ജനങ്ങളുടെ ഹൃദയത്തിലുണ്ട്. അതുകൊണ്ട് വലിയ വിജയം ഈ നാട്ടുകാർ UDFനും കോൺഗ്രസിനും സമ്മാനിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ ഒരു പ്രതികരണം എന്താണ്? ഈ ആദ്യഘട്ട പ്രചരണം ആരംഭിച്ചു ജനങ്ങൾ വലിയ ആവേശമാണ്, ഒരു സംശയം. ഇത് UDFന്റെ മണ്ണാണ്, കോൺഗ്രസിന്റെ മണ്ണാണ്. ആ ഒരു വികാരം ഇന്ന് ജനങ്ങളുടെ മനസ്സിലുണ്ട്. ഭരണവിരുദ്ധ വികാരമുണ്ട്. കോൺഗ്രസ് UDF വികാരം ഈ നാട്ടിലുണ്ട്. ഈ നാട്ടിൽ കഴിഞ്ഞ 10 വർഷക്കാലം ഒരു വികസനവും കാണാൻ പറ്റുന്ന വികസനം കൊണ്ടുവരാൻ സാധിച്ചിട്ടില്ല. ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന സുവോളജിക പാർക്ക് പോലും കൃത്യമായി 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റിയില്ല. ഇപ്പോഴും അതിനെ സംബന്ധിച്ച് ട്രോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഉദ്ഘാടനത്തെ സംബന്ധിച്ച്. ഇതൊക്കെ ജനങ്ങളുടെ മനസ്സിൽ വലിയ ഒരു പിന്തുണ UDFന് കോൺഗ്രസിന് നൽകിയിട്ടുണ്ട്. ഷാജേട്ടാ, തൃശ്ശൂരിലെ കോൺഗ്രസിനുള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ചില പോസ്റ്ററുകളൊക്കെ പല സ്ഥലങ്ങളിൽ ഒട്ടിക്കുന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടോ? അത് ഉണ്ടെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പിനെ ബാധിക്കും തോന്നുന്നുണ്ട്? നിങ്ങൾക്ക് വെറും തെറ്റിദ്ധാരണകളാണ്. UDFന്റെ ഉള്ളിൽ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല. UDFും കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. പോസ്റ്റർ ഒട്ടിക്കുന്നത്, രാത്രിയിൽ ഒട്ടിക്കുന്ന പോസ്റ്റർ മുഴുവൻ ഇടതുപക്ഷത്തിന്റെ പ്രവൃത്തിയാണ്. അല്ലാണ്ട് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന UDFനെ സ്നേഹിക്കുന്ന ഒരാൾ പോലും ഇവിടെ കോൺഗ്രസിന് UDFനെതിരില്ല. എല്ലാം ഒറ്റക്കെട്ടായിട്ട് പോകുന്നത് വലിയ ശുഭപ്രതീക്ഷയാണ്. വലിയ പ്രതീക്ഷയാണ് ഒല്ലൂരിനെ സംബന്ധിച്ചിടത്തോളം. നമ്മൾ തിരിച്ചു പിടിച്ചിരിക്കും ഒല്ലൂര്. അത് തന്നെയാണ്, വലിയ പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു വാഹന ജാഥ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവിധ കേന്ദ്രങ്ങളിലൂടെ, പ്രത്യേകിച്ചും ഉൾഗ്രാമങ്ങളിലൂടെയൊക്കെ എത്തി ആളുകളെ കൈവീശി അഭിവാദ്യം ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. വലിയ പ്രതീക്ഷയുണ്ട്. വലിയ രീതിയിലുള്ള വിജയം കൈവരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഒല്ലൂരിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഷാജി കോടംകണ്ടത്ത് പറയുന്നത്.